ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. കുറേ ദിവസമായില്ലേ വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിട്ടോ. അതിലിങ്ങനെ കുറച്ച് ബേക്കോട്ട് അടിച്ചതാണ്. അപ്പം ഇന്ന് രാവിലെ നടക്കാനൊക്കെ പോയി വന്ന് പാലും കൊണ്ടാട്ടം വന്നത്. ഇനി ചായയും കടിയും ഒക്കെ ഉണ്ടാക്കണം. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പം രാത്രി തന്നെ അരിയൊക്കെ അരച്ച് വെച്ചേക്കണം. അപ്പം രാവിലെ വന്നാൽ നമ്മളെ പാത്രങ്ങളൊക്കെ രാത്രി കഴുകി വെച്ചൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ട് വെള്ളമൊക്കെ നല്ലോണം ചോർന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് വെച്ചാലേ പിന്നെ അടുത്ത ട്രിപ്പ് കഴുകാണ്ട് അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെന്താ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ? അപ്പോൾ ഞാൻ രാവിലെ തന്നെ വോട്ടൊക്കെ ചെയ്ത് വന്നു കേട്ടോ. അങ്ങനെ അതിലേക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ ഇന്നലത്തെ കുറച്ച് സാമ്പാറും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരിക്കുള്ള കേബേജും ക്യാരറ്റും അതും അരിഞ്ഞ് വെച്ചിക്കണ്. അതേപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയും കാണിക്കണുണ്ട്. അതേപോലെ നമ്മളെ ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇന്നലെ രാത്രിനൊക്കെ റെഡിയാക്കി വെച്ചിക്കണം കേട്ടോ. പിന്നെ ചോറ് നാണിപ്പാക്ക് പോകുമ്പോൾ നാണിപ്പാക്ക് ചോറ് കൊണ്ടും പോകണം. എനിക്ക് പിന്നെ ഒന്ന് പുറത്ത് പോകും വേണം. പെട്ടെന്ന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ തേങ്ങയും ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ചോറും തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ റേഷൻ അരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അളന്നുകൊണ്ടായി കിട്ടുങ്ങാണ്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് വെക്കുക കേട്ടോ. വെള്ളം ചൂടായിട്ട് അരി ഇടാനൊന്നും നിൽക്കണില്ല. പിന്നെ ഒന്ന് തിളച്ചാൽ പെട്ടെന്ന് വേവുമല്ലോ ഈ അരി.
ഞാൻ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പം മാങ്ങൻ്റെ സീസണൊക്കെ ആണല്ലോ. അപ്പം മാങ്ങയും ചെമ്മീനും വെച്ചങ്ങാണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണേ തന്നെയാവും. ഞാൻ ഉണ്ടാക്കണേ ഒന്ന് കാണിച്ചു തന്നു. അപ്പം മാങ്ങയും തേങ്ങയും പച്ചമുളകും ചെറിയുള്ളി കേട്ടോ. അതൊക്കെ നല്ല അരിഞ്ഞുകാണ്ടും തൊലി കളഞ്ഞുകാണ്ടൊക്കെ ഫ്രിഡ്ജിൽ ഞാൻ ബോക്സിലാക്കി വെച്ചിനി. പിന്നെ എനിക്ക് എന്തായാലും കറിവേപ്പിൻ്റെ എല്ലാം മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണേ. അതേപോലെ ചെറിയുള്ളി. നമുക്ക് ചെമ്മീനൊക്കെ നല്ലോണം കേക്ക് വൃത്തിയാക്കിയത് അത് നല്ലോണം വറുക്കുക. നല്ലോണം കരിയാതെ വറുക്കണേ. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക ചൂടാറിയിട്ട്. എന്നിട്ട് പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, മീനുള്ളതുകൊണ്ട് ഉപ്പ് കുറച്ച് മതി. അപ്പോൾ ഒന്ന് അരച്ച് കൊണ്ടുവരിക. അപ്പോൾ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുന്നാൻ. ഇപ്പോൾ ഒരു കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ ചെമ്മീനും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. എല്ലാവർക്കും അറിയണ തന്നെ ആവും. പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. ചുമന്ന മുളക് അല്ലാതെ പച്ചമുളക്. അങ്ങനെ ഉച്ചക്കുള്ള ചമ്മന്തിയും സെറ്റായി. അതേപോലെ ഉപ്പേരും റെഡി ആക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ റേഷൻ അരി ആണെങ്കിൽ ഒറ്റ തിളക്കം നമുക്ക് ഓഫ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റിൽ വെച്ചാൽ അങ്ങനെ തന്നെ പോകും. എന്നിട്ട് ഊറ്റിയെടുക്കാം. അങ്ങനെ ചോറും കൂട്ടാനും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാൻ എനിക്കൊരു കുറച്ച് സാധനം വാങ്ങാനിട്ടോ. സ്പൈസസ്, നമ്മളെ ബിരിയാണി മസാലൻ്റെ പൊടിയൊക്കെ തീർന്ന് പോയിക്കണം. അപ്പോൾ ഞങ്ങളവിടെ അമ്പലപ്പടിക്ക് തന്നെ ഒരു കട തുടങ്ങിയിരിക്കണം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ പോകണം വിചാരിച്ചിട്ടുണ്ട്. അടുത്താണ് വിചാരിച്ചിട്ട് കാര്യമില്ല, എനിക്ക് പോകാൻ കൂടിയിട്ടില്ല. അപ്പോൾ ഈ അരി കണ്ടോ. അപ്പം ഈ ഐമാക്സ് ഗോൾഡ് ഇറങ്ങാണ്ടുള്ള അരി നല്ല അരിയാണെന്ന് പറഞ്ഞിട്ടോളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടില്ല, ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. അതേറ്റ് അരി കൊണ്ടുവന്നിക്കണ്. ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ പറയട്ടോ. അപ്പോൾ എല്ലാ കേറ്ററിംഗുകാരും കൊണ്ടുപോകണ അരിയാണെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 50 ഗ്രാം എല്ലാ സാധനങ്ങളും 50 ഗ്രാം വാങ്ങിക്കണ്ട പൊടിക്കൽ. ഇതാകുമ്പോൾ ഒരു 20 ഗ്രാം മതി. അപ്പോൾ അതിനുള്ള മാറ്റമുണ്ട്. എല്ലാ വെറൈറ്റി പൊടികളും എല്ലാതും ഉണ്ട്. എന്താ പറയുക, പനംപൊടി, ഈന്തും പൊടി, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും കിട്ടാത്ത ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ബിരിയാണി മസാല, ചിക്കൻ മസാല, ഗരം മസാല, അങ്ങനെയുള്ളതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ഐറ്റംസ്. എന്തായാലും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നിൽക്കണം അവിടുന്ന്. അപ്പം ഇവിടെ എല്ലാവരും വന്ന് വാങ്ങി പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ കാറ്ററിംഗുകാരൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ കാറ്ററിങ്ങിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഒരു, പിന്നെ ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു കൊടുക്കുന്ന പറഞ്ഞത് കേറ്ററിങ്ങിന് വിളിച്ച് പറയുമ്പോൾ. അപ്പോൾ എല്ലാവിധ അരികളും ഉണ്ട്. അപ്പോൾ ഈ അരിയാണ് ഹൈമാക്സ് പറഞ്ഞ അരിയാണ്, ഹൈമാക്സ് ഗോൾഡ് എന്ന് പറഞ്ഞ അരിയാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. അപ്പോൾ കൈമാ റൈസ് ഒന്നും ഇപ്പോൾ വാങ്ങൂലല്ലോ, ഭയങ്കര വിലയായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റൈസാണ് കൊണ്ടുപോകണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ വെച്ച് നോക്കിയിട്ട് റിവ്യൂ പറഞ്ഞുതരാം. കണ്ടോ ഈന്തും പൊടി. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ. ഞാൻ തന്നെ ആദ്യമായിട്ട് കുറേ ആയി വരെ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് പോണത്. പോയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങി പോകുന്നു അവിടുന്ന്. ഫസ്റ്റ് ക്വാളിറ്റി നമ്മളെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു ടീസ്പൂൺ ഇടുന്നത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 20 ഗ്രാമാണ് ഞാൻ വാങ്ങിയത്. അതേപോലെ ആ അരി 2 കിലോന് അതും വാങ്ങിക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് അവിടെ ഉള്ളതൊക്കെ. പിന്നെ എന്താ പറയുക, എവിടെയാണെങ്കിലും ഒരു ഹോം ഡെലിവറി ഉണ്ട്. അതൊരു ഉപകാരം കേട്ടോ. നമുക്ക് ആരും പോവാല്ലാത്തവർക്കൊക്കെ വീട്ടിലേക്ക് എത്തിച്ചേരും. അപ്പം ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് വെയിലത്തിട്ടുങ്ങാണ്ട് ഒന്ന് ചൂടാക്കിയിട്ടെ ഞാൻ പൊടിച്ചെടുക്കണത്. ഇത് അണ്ടിക്കണ്ട് ഇറങ്ങേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇത് അരച്ചങ്ങാണ്ട് ബിരിയാണിയിൽ ചേർത്താൽ നല്ല രസമാണ് മസാലക്ക്. അതേപോലെ കാറ്ററിംഗുകാരനെ കൊണ്ടുപോകുന്ന വേറൊരു ഐറ്റംസാണ് ബിരിയാണി വെക്കാൻ പറഞ്ഞ്. ഇതിപ്പോൾ എന്താ ഇതിൻ്റെ പേര് എന്ന് ചോദിച്ചാൽ കൽപ്പാസി പറഞ്ഞൊരു കൽപ്പാസിയോ അങ്ങനെന്തോ ആണ് അവർ പറഞ്ഞത്. എന്തായാലും ഞാനിത് കുറച്ച് വാങ്ങിപ്പോന്നിക്കണത്. ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചേർത്ത് നോക്കാമല്ലോ. ഞാൻ അതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ഓരോരോ അറിവുകളൊക്കെ കിട്ടിയത്. കാറ്ററിംഗുകാരൊക്കെ അവിടെ നിന്നല്ല കൊണ്ടുപോകില്ല, അപ്പോലൊക്കെ കൊണ്ടുപോകുന്നതാണ് ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു 100 ഗ്രാം വാങ്ങിപ്പോന്നിക്കണം. ഇത് പിന്നെ ഉണക്കൊന്നും വേണ്ടത്, ഇങ്ങനെ തന്നെ പൊടിച്ചെടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ബിരിയാണി മസാല ഒന്ന് വെയിലത്തിട്ട് കണ്ടൊന്ന് ചൂടാക്കിയിട്ട് അതും പൊടിച്ചെടുത്തേക്കണം. നമ്മൾ സാധാ ബിരിയാണി മസാല ഉണ്ടാക്കണ മാതിരിട്ട് നല്ല സ്മെല്ലുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും ഇതുകൊണ്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കട്ടെ. നമ്മളെ കിച്ചണിക്ക് വന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും. അത് പൊടിക്കണതിന് മുന്നേ തന്നെ അത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല്. ബിരിയാണി നെയ്ച്ചോറും വെച്ചിക്കണ തോന്നി നമ്മളെ വീട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.